ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു മുള്ളങ്കി തോരനുമായിട്ടാണ്. വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ളതും കൂടുതൽ വൈറ്റമിനുകൾ അടങ്ങിയതും കലോറി കുറവുള്ളതുകൊണ്ട് വെയിറ്റ് ലോസിനും പറ്റിയ നല്ലൊരു ഇലച്ചെടിയാണ് മുള്ളങ്കി എന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ഇതാണ് മുള്ളങ്കി. എന്നാലിത് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇത് മുള്ളങ്കി ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് 2 പച്ചമുളകാണ്, ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നീട് ഒരു മുറി തേങ്ങയാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്ത് നമുക്ക് മൂടിയിട്ട് 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതുണ്ടാക്കാനായി സ്റ്റൗ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം സൈസിൽ തീ വെക്കണം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് പുരട്ടി വെച്ച മുള്ളങ്കി തോരൻ ഇട്ട് കൊടുക്കാം. മുള്ളങ്കിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കിഴങ്ങ് ഞാൻ എടുത്തിട്ടില്ല. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നല്ലതാണ്. എന്നാൽ അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഇത് മൂടി തുറന്ന് നോക്കാം. വെന്ത് വരുന്നുണ്ട്. നല്ല ഹെൽത്തിയായ മുള്ളങ്കി തോരൻ റെഡിയായിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടിയാണ്, അതുകൂടി തൂവി കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് തൂവി കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള മുള്ളങ്കി തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.